നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിന്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം രാജ്ഭവനിൽ ഒരുക്കിയ സംഗമത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത പങ്കെടുത്തു. മലങ്കര സഭയുടെ അതിപുരാതന ദേവാലയമായ തിരുച്ചെങ്ങന്നൂർ മാതാപ്പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള ശുദ്ധീകരണ ശുശ്രൂഷയ്ക്ക് ജനുവരി 28 ഇടവക മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമനസുകൊണ്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സാംസ്കാരിക സമ്മേളനവും ചിത്രപ്രദർശനവും നടത്തപ്പെട്ടു. ഓർത്തഡോക്സ് കൺവെൻഷൻ 2023 കുന്നംകുളം ബഥനി സെന്റ് ജോൺ സ്കൂൾ കോമ്പൗണ്ടിൽ സാംസ്കാരിക സമ്മേളനവും ചിത്രപ്രദർശനവും നടന്നു. ഗുരുതര രോഗം ബാധിച്ച വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്കും കുന്നംകുളം ഭദ്രാസനം MGOCSM പ്രസ്ഥാനത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്കുമുള്ള ധനശേഖരണാർത്ഥം ഫാദർ പത്രോസ് OIC ഫോട്ടോ പ്രദർശനത്തിന്റെയും വിൽപ്പനയുടെയും ഉദ്ഘാടനം സിനിമാ നടൻ VK ശ്രീരാമൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു. VK ശ്രീരാമൻ, റഫീഖ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. റു എന്ന സിനിമ സംവിധാനം ചെയ്ത ഫാദർ വർഗീസ് ലാലിനെ സമ്മേളനത്തിൽ ആദരിച്ചു. ഫാദർ പത്രോസ് OIC, കുന്നംകുളം നഗരസഭ മുൻ ചെയർമാൻ PG ജയപ്രകാശ്, ബാലനടൻ ആദിത്യ, ഫാദർ ഗീവർഗീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫാദർ ജോസഫ് ചെറുവത്തൂർ സ്വാഗതവും ഫാദർ ബെഞ്ചമിൻ OIC നന്ദിയും രേഖപ്പെടുത്തി. പരുമല ആശുപത്രിയിൽ അത്യാധുനിക ലേസർ ഹെയർ റിമൂവൽ സംവിധാനങ്ങൾ അടങ്ങിയ കോസ്മെറ്റോളജി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം മലയാള ചലച്ചിത്ര യുവനടിയും മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2018 ഫൈനലിസ്റ്റുമായ ഹന്ന റെജി കോശി നിർവഹിച്ചു. ആശുപത്രി CEO ഫാദർ MC പൗലോസിന്റെ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിൽ പരുമല ആശുപത്രി ഫിനാൻസ് കോർഡിനേറ്റർ ഫാദർ തോമസ് ജോൺസൺ കോറപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. പ്രസ്തുത യോഗത്തിൽ ഡെർമറ്റോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജേശ്വരി B, ഡോക്ടർ ശാന്തി ജോൺ തരകൻ, ഡോക്ടർ സൂര്യ മേരി മാത്യു, ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, ചാപ്ലെയിൻ ഫാദർ ജിജു വർഗീസ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ബഹുമാനപ്പെട്ട ജോൺ ബാർല മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷൻ നഗറും സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രലും സന്ദർശിച്ചു. ഇടവക മെത്രാപ്പോലീത്ത അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിയും സഹായ മെത്രാപ്പോലീത്ത അഭിവന്യ എബ്രഹാം മാർ സെറാഫിം തിരുമേനിയും ഇടവക ഭരണസമിതിയും ചേർന്ന് സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ലൈജു മാത്യു അച്ഛന്റെ നേതൃത്വത്തിൽ തുമ്പമൺ ഭദ്രാസനത്തിലെ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തദവസരത്തിൽ ഇടവക മെത്രാപ്പോലീത്ത കൈമാറി. കേന്ദ്രമന്ത്രി ജോൺ ബാർല പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ സന്ദർശിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പൂച്ചെണ്ട് നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചു. അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, പരുമല സെമിനാരി മാനേജർ KV പോൾ റമ്പാൻ, പരുമല ആശുപത്രി CEO ഫാദർ MC പൗലോസ്, കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റെജി മാത്യൂസ്, പരുമല സെമിനാരി അസിസ്റ്റന്റ് മാനേജർ ഫാദർ J മാത്തുക്കുട്ടി, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ജേക്കബ് മാത്യു, ബിജു മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു. ചരിത്രം കുറിച്ചു ബാലസംഗമം പര്യവസാനിച്ചു. മാക്കാംകുന്ന് കൺവെൻഷനോടനുബന്ധിച്ച് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ മൈതാനിയിൽ വെച്ച് ജനുവരി 29 1416 കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് നടത്തപ്പെട്ട ബാലസംഗമം തുമ്പമൺ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ ബാലസമാജം പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഗമവേദിയായി മാറി. മാക്കാംകുന്ന് പള്ളിയിൽ നിന്ന് തുടക്കം കുറിച്ച ബാലസമാജം അതിന്റെ 80 വർഷങ്ങൾ പൂർത്തീകരിച്ചു. ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത പത്തനംതിട്ട കളക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ കുട്ടികളിൽ ഒരാളായി കഥകൾ, അനുഭവങ്ങളൊക്കെ പങ്കുവച്ച് പ്രോട്ടോകോൾ മാറ്റിവെച്ച് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നേരിട്ട് സംവദിച്ചത് കുട്ടികൾക്കെല്ലാം വ്യത്യസ്ത അനുഭവമായി മാറി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കളക്ടറിനുള്ള അംഗീകാരം ലഭിച്ച ഡോക്ടർ ദിവ്യ S. അയ്യറിന് കത്തീഡ്രൽ പുരസ്കാരം നൽകി ആദരിച്ചു. ബഹുമാനപ്പെട്ട യോഹന്നാൻ ശങ്കരത്തിലച്ചൻ കളക്ടറുടെ പ്രസംഗത്തെക്കുറിച്ച് എഴുതിയ നിമിഷ കവിത വേദിയിൽ അവതരിപ്പിക്കുകയും കളക്ടർക്കത് സമ്മാനിക്കുകയും ചെയ്തു. ഈ ബാലസംഗമത്തിന്റെ ക്ലാസുകൾ കുഞ്ഞു മാലാകക്കൂട്ടം എന്ന പേരിൽ ബ്രിൻസ് അച്ഛനും ജിത്തു അച്ഛനും നേതൃത്വം വഹിച്ച ടീമാണ് നയിച്ചത്. അഭിവന്യ സെറാഫിം മെത്രാപ്പോലീത്ത ലഹരിക്കെതിരെ ശക്തമായി കുട്ടികളെ ബോധവൽക്കരിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെ പരിശുദ്ധ സഭ പരിശുദ്ധ 3 നോമ്പ് അനുതാപത്തോടെയും വ്രതശുദ്ധിയോടെയും അനുഷ്ഠിച്ചു. പ്രവാചകനായ യോന നിനവയിലേക്ക് പോകേണ്ടതിന് പകരം ദൈവകൽപ്പനയെ അവഗണിച്ച് തർശീശിലേക്ക് കപ്പൽ കയറുകയും തുടർന്ന് കടൽക്ഷോഭത്താൽ കപ്പൽ തകർക്കപ്പെടുമെന്നായപ്പോൾ
യോനായുടെ നിർദ്ദേശപ്രകാരം അതിലുണ്ടായിരുന്നവർ അദ്ദേഹത്തെ കടലിലേക്ക് എറിയുകയും ഒരു മഹാമത്സ്യം യോനയെ വിഴുങ്ങുകയും ചെയ്തു. മത്സ്യത്തിന്റെ ഉദരത്തിൽ 3 നാൾ പ്രാർത്ഥനയോടെ കഴിഞ്ഞ യോനാ പ്രവാചകനെയാണ് 3 നോമ്പ് ദിനങ്ങളിൽ നാം അനുസ്മരിക്കുന്നത്. വിശുദ്ധ നോമ്പിന്റെ ക്രമങ്ങളും ശുശ്രൂഷകളും സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും ഭക്തിപൂർവം ആചരിച്ചു. പത്മശ്രീ പുരസ്കാരം ലഭിച്ച വയനാടിന്റെ നെല്ലച്ചൻ ശ്രീ ചെറുവയൽ രാമന് കമ്മന സീനായ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ ആദരം. അപൂർവമായ നെൽവിത്തുകൾ കാത്തുസൂക്ഷിച്ച് കേരളത്തിന്റെ കാർഷിക പെരുമയെ വരും തലമുറയ്ക്കായി സംരക്ഷിക്കുന്ന വയനാടിന്റെ ചെറുവയൽ രാമനെ കമ്മന സീനായ് ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ റിക്കു എസ് ചെറിയാനും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. ചെറുവയൽ രാമൻ കമ്മന ഇടവകയുടെ സമീപവാസിയാണ്. സ്ലീബാദാസ സമൂഹ സ്ഥാപകനും മലബാർ ഭദ്രാസന പ്രഥമ മെത്രാപ്പൊലീത്തയുമായ ഭാഗ്യസ്മരണാർഹനായ പത്രോസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്തയുടെ 55ാമത് ശ്രാദ്ധ പെരുന്നാളിന് അഭിമന്യ പിതാവ് കബറടങ്ങിയിരിക്കുന്ന കണ്ടനാട് കർമേൽ ദേറയിൽ സ്ലീബാദാസ സമൂഹം ജനറൽ സെക്രട്ടറിയും കർമേൽ ദേറ മാനേജരുമായ ഫാദർ സോമു കെ ശാമുവേൽ കൊടിയേറ്റി. ഫെബ്രുവരി 1-2 തീയതികളിൽ കണ്ടനാട് കർമേൽ ദേറയിൽ നടത്തപ്പെട്ട പെരുന്നാളിന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രധാന കാർമ്മികത്വം വഹിച്ചു. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ സഹോദരൻ ശ്രീ MS കറിയ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗമാണ്. മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ കരുതലിനായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ആരംഭിച്ച പാമ്പാക്കുട പ്രത്യാശാ ഭവന്റെ ദീർഘകാല പ്രധാന ചുമതലക്കാരനായി സ്തുത്യർഹമായ സേവനം നടത്തിയിരുന്നു. ശവസംസ്കാരം ജനുവരി 31 തീയതി ഇടവകപ്പള്ളിയിൽ നടത്തപ്പെട്ടു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ ഹൈക്കോടതി അനുവദിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് തൃശൂർ ഭദ്രാസനത്തിലെ ചെറുകുന്നം സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവായി. 23 വർഷമായി പൂട്ടിക്കിടക്കുന്ന പള്ളി RDO കസ്റ്റഡിയിലായിരുന്നു. പരുമല ആശുപത്രിയുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഗർഭാശയ മുഖ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും സൗജന്യ HPV പ്രതിരോധ വാക്സിനേഷനും ജനുവരി 31 തീയതി പത്തനംതിട്ട ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി CEO ഫാദർ MC പൗലോസിന്റെ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിൽ ഫിനാൻസ് കോർഡിനേറ്റർ ഫാദർ തോമസ് ജോൺസൺ കോറപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവിയും പരുമല ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ലളിതാംബിക കരുണാകരൻ വൈറസ് ജന്യ ക്യാൻസറായ ഗർഭാശയമുഖ ക്യാൻസർ പൂർണ്ണമായി പ്രതിരോധിക്കുന്നതിൽ HPV വാക്സിനേഷന്റെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി. മികച്ച കളക്ടർക്കുള്ള പുരസ്കാരം നേടിയ ഡോക്ടർ ദിവ്യ S. അയ്യറിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രസ്തുത യോഗത്തിൽ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, ഗൈനക്കോളജി വിഭാഗത്തിന്റെ മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഗ്രേസ് കുരുവിള, ഗൈനക്കോളജി കൺസൾട്ടന്റുമാരായ ഡോക്ടർ ഡിനു സൈമൺ, ഡോക്ടർ ദീപ്തി DP, ചാപ്ലൈൻ ഫാദർ ജിജു വർഗീസ്, ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസിനെ തുടർന്ന് സൗജന്യ HPV പ്രതിരോധ വാക്സിനേഷൻ ഡ്രൈവിന് തുടക്കം കുറിച്ചു. സിവിൽ സർവീസ് പരിശീലനത്തിന് സ്കോളർഷിപ്പ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രമായ IAS ഹബ് MGOCSM സിവിൽ സർവീസ് അക്കാദമിയിൽ സ്കോളർഷിപ്പോടെ പരിശീലനം നേടാൻ അവസരം. 1992 ആരംഭിച്ച ഈ സ്ഥാപനം കേരളത്തിലെ ആദ്യത്തെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രമാണ്. നവീകരിച്ച ക്ലാസ് മുറികൾ, AC റീഡിംഗ് റൂം വിത്ത് വൈഫൈ, ഹോസ്റ്റൽ, സിവിൽ മാർട്ട് ബുക്ക് ഷോപ്പ്, ലൈബ്രറി, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് തുടങ്ങി സിവിൽ സർവീസ് പരിശീലനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും IAS ഹബിൽ ഒരുക്കിയിട്ടുണ്ട്. 2023-24 PCM ബാച്ചിലേക്കുള്ള സ്കോളർഷിപ്പ് പരീക്ഷ 12/2/2023 7 PM ഓൺലൈനായി നടത്തപ്പെടുന്നു. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ PG ഡിപ്ലോമ MDMS കോഴ്സുകളിലേക്ക് മലങ്കര ഓർത്തഡോക്സ് സഭാംഗങ്ങളായ അർഹരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകർ ഓർത്തഡോക്സ് സഭയുടെ അംഗവും ഓർത്തഡോക്സ് സഭയുടെ ആശുപത്രികളിൽ 2 വർഷം പ്രവർത്തന പരിചയം ഉള്ളവരും ആയിരിക്കണം. PG നീറ്റ് പരീക്ഷ പാസ്സാവുന്നവരെയാണ് പ്രവേശനത്തിന് പരിഗണിക്കുക. അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഫെബ്രുവരി 16 ആയിരിക്കും. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും www.mgocsm.in വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ mocsponsorship@gmail.com എന്ന വിലാസത്തിൽ ഫെബ്രുവരി 16 മുൻപായി അയച്ചു കൊടുക്കേണ്ടതാണ്.
കേരള സംസ്ഥാനത്തിനു വേണ്ടി റിപ്പബ്ലിക് ഡേ പരേഡിൽ ഭാഗമായ ഏഞ്ചൽ മറിയം ബിജോയ്, 2022 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ MSc സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ സ്നേഹ ആൻഡ് ബോബൻ, ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് പാർലമെന്റ് ഏർപ്പെടുത്തിയ അവാർഡിന് അർഹയായ ഡോക്ടർ ബീന, MG യൂണിവേഴ്സിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ കുമാരി റീമ സൂസൻ മനു, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മിഷൻ സംഘടനയായ ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ മിഷൻ സ്റ്റഡീസിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ തോമസ് പോൾ, സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോസ് PT നല്ലില, മാർ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പലായി ഫെബ്രുവരി 1 ചുമതലയേൽക്കുന്ന പ്രൊഫസർ ഡോക്ടർ VI ജോർജ്, MG യൂണിവേഴ്സിറ്റി MSc പ്ലാൻ ബയോടെക്നോളജിയിൽ 8ാം റാങ്ക് കരസ്ഥമാക്കിയ ആനി MA, മാക്കാങ്കുന്ന് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ കൺവെൻഷൻ വേദിയിൽ വെച്ച് ബാലസമാജം തുമ്പമൺ ഭദ്രാസനം ഉപഹാരം നൽകി അനുമോദിച്ച മാളികപ്പുറം സിനിമയിലൂടെ പ്രശസ്തയായ കുമാരി സേറ അന്ന ബിനു, മാസ്റ്റർ ഷാരോൺ M, കണ്ണൂരിൽ നടന്ന കേരള സംസ്ഥാന സ്കൂൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഏഞ്ചൽ മറിയം വർഗീസ് എന്നിവർക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.